Good afternoon. Good afternoon. Good afternoon. PDF കാണാമോ? Job cards പറഞ്ഞല്ലേ, preparation of job cards. Plan activation മുതലല്ലേ എടുക്കാനുള്ളത്? Disaster managementലെ. Good afternoon. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. കേട്ടായിരുന്നോ? റെക്കോർഡ് ക്ലാസ്സുകൾ അടുത്ത ദിവസമായിരിക്കും തരുന്നത് കേട്ടോ. ഓക്കെ. എലക്ഷൻ ആണ്, ഞങ്ങൾ ജസ്റ്റ് ടീച്ചേഴ്സ് എല്ലാവരും ട്രിപ്പ് പോകുന്നുണ്ട്. എലക്ഷൻ ആണ് മെയിൻ കാരണം കേട്ടോ. ഓക്കെ. Plan activation of different areas of hospitals. Disaster plan activate ചെയ്യുന്ന പ്രധാന ഏരിയാസ് എവിടെയൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് കമാൻഡ് സെന്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസ്, പേജിംഗ്, ഹോട്ട്ലൈൻ ഏരിയ, ടെലിഫോൺ എക്സ്ചേഞ്ച്, സെക്യൂരിറ്റി ഓഫീസ്, പോലീസ് പിക്കറ്റ്. പേജ് നമ്പർ 63.
ഓക്കെ, ഒന്ന് കമാൻഡ് സെന്റർ ആണ്. പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട പ്രധാന ഏരിയ എന്ന് പറയുന്നത് കമാൻഡ് സെന്റർ ആണ്. സെക്കൻഡ് വൺ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഓഫീസസ്, അതായത് വിവിധ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആശയവിനിമയത്തിന് വേണ്ടി നടത്തുന്ന പലതരം കമ്മ്യൂണിക്കേഷൻ ഓഫീസ് വരുന്നുണ്ട്. ഒന്ന് പേജിങ്. പേജിങ് എന്ന് പറയുന്നത് എന്താണ്? പേജിങ് കേട്ടിട്ടുണ്ടോ? പേജിങ് എന്താണ്? ഹോട്ട്ലൈൻ ഏരിയ, ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ് കേട്ടോ. പേജിങ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്. പ്രത്യേകിച്ച് ഒരാളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ? ഏത് പ്ലേസിലാണ് ഒരാളെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെയാണ് ആളിരിക്കുന്നത്, ഇന്ന പ്ലേസ് ആണ്, ഇന്ന ഏരിയ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് എന്ത്? പേജിങ് എന്ന് പറയുന്നത്. ഹോട്ട്ലൈൻ ഏരിയ എന്തായിരിക്കും? ഹോട്ട്ലൈൻ ഏരിയ ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ട ഏരിയാസ് ആയിരിക്കും. സപ്പോർട്ടിങ് ഏരിയ ആണ് ഹോട്ട്ലൈൻ ഏരിയാസ് എന്ന് പറയുന്നത്. പിന്നെ ടെലിഫോൺ എക്സ്ചേഞ്ച്. ഇവിടെയൊക്കെ എന്താണ് പ്രധാനമായിട്ടും പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട പ്രധാന ഏരിയാസുകളാണ്. ഓക്കെ, അടുത്ത ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സെക്യൂരിറ്റി ഓഫീസ് ഓർ പോലീസ് പിക്കറ്റ്. സെക്യൂരിറ്റി ഓഫീസ് അല്ലെ, അതായത് പോലീസ് കൺട്രോളിൽ നമ്മൾ എന്താണ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റിസപ്ഷൻ ആൻഡ് ട്രയലേജ് ഏരിയ. റിസപ്ഷനിലും ട്രയലേജ് ഏരിയയിലും പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുക. ഡീകണ്ടാമിനേഷൻ ഏരിയ. ഡീകണ്ടാമിനേഷൻ ഏരിയാസ് അറിയാലോ. ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ട ഏരിയാസ് ഏതാണ്? അവിടെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ആക്ടിവേഷൻ ചെയ്യുക. മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ്. മൈനർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ്. ചെറിയ ചികിത്സാ മേഖലകൾ കേട്ടോ. ഓക്കെ, ചെറിയ രീതിയിലുള്ള ചികിത്സാ മേഖലകളിലും പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുക. അക്യൂട്ട് കെയർ ഏരിയ ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അക്യൂട്ട് കെയർ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? എമർജൻസി ആണല്ലോ, അതായത് നമുക്ക് ഇന്റൻസീവ് ആയിട്ട് മോണിറ്ററിംഗ് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഇത് അക്യൂട്ട് കെയർ ഏരിയാസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് എമർജൻസി ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസിൽ നമ്മൾ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കമാൻഡ് സെന്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ, പോലീസ് പിക്കറ്റ്, റിസപ്ഷൻ ആൻഡ് ട്രയലേജ് ഏരിയ, ഡീകണ്ടാമിനേഷൻ ഏരിയ, മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ് ആൻഡ് അക്യൂട്ട് കെയർ ഏരിയാസ്. നെക്സ്റ്റ് എന്താണ്? ഡെഫിനിറ്റ് കെയർ ഏരിയാസ്, ഓട്ടീസ് ആൻഡ് വാർഡ്സ്. എന്താണ് ഡെഫിനിറ്റ് കെയർ ഏരിയാസ്? OT ആൻഡ് വാർഡ്സ് അല്ലേ? ഓപ്പറേഷൻ തിയേറ്റേഴ്സും വാർഡ്സുകളിലും പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുക. Then intensive treatment area and activation of high dependency units. Intensive treatment area or an activation of high dependency unit. എന്താണ് intensive treatment എന്ന് പറയുമ്പോൾ HDU എന്ന് പറയുന്നത് എന്താണ്? HDU ഇത് നോട്ട് ചെയ്യണേ. ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഏരിയാസ് ആയിരിക്കുള്ളൂ? പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ ഇല്ലായിട്ടുള്ള പേഷ്യൻസിലാണെങ്കിൽ നമ്മൾ ഹൈ ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഏരിയാസ് ആണ് എന്ത്? ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ ഇല്ലായിട്ടുള്ള പേഷ്യൻസിനൊക്കെ എന്താണ് ഹൈ ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയാസ് ആണ് എന്ത്? ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സുകൾ. ഓക്കെ, അവിടെ നമ്മൾ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയാസിൽ ഒന്നാണ് ഇത് HDU അഥവാ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സ്. ദെൻ മോർച്ചറി. എന്തുകൊണ്ടാണ് നമ്മൾ മോർച്ചറിയിൽ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് മോർച്ചറിയിൽ എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനു വേണ്ടിയാണ്? ഡെഡ് ബോഡീസ് ഒക്കെ നമുക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അവർക്ക് അവിടെ എത്രത്തോളം ഇപ്പോ ആ ഒരു സമയത്ത് നമുക്കറിയാലേ ഒരുപാട് പേജ് നമ്പർ 63 ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു പോസ്റ്റ്മോർട്ടം പെട്ടെന്ന് കഴിയുന്ന അനുസരിച്ച് ഓരോ ബോഡീസ് ചിലപ്പോൾ റിലേറ്റീവ്സ് ഒന്നും എത്താത്തവരുണ്ടാവും. അത്തരം പേരേക്ക് നമുക്ക് ഇന്ന സമയത്തിനുള്ളിൽ എന്താണ് അതിനകത്തേക്ക് മോർച്ചറിനകത്തേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പൊ അവിടെ എത്രത്തോളം ഡെഡ് ബോഡീസ് ആണ് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അതൊക്കെ തയ്യാറാവുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അവർക്ക് ആ ഒരു സമയത്ത് ഡിസാസ്റ്റർ മാനുവൽ അല്ലെങ്കിൽ ആക്ടിവേഷൻ പ്ലാൻസ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ,
Then holding area for relatives or non-injured. Holding area for relatives or non-injured. എന്താണ് അത് 11ാമത്തത്? Holding area for relatives or non-injured. ആർക്ക് വേണ്ടിയിട്ടാണ്? റിലേറ്റീവ്സിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ നോൺ ഇൻജേർഡ് ആയിട്ടുള്ള ആൾക്കാരും ഇരിക്കുന്ന ആ ഒരു പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Then area for holding media briefings. Area for holding media briefings. മാധ്യമ സമ്മേളനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു പ്ലേസ് ഉണ്ടായിരിക്കും അവിടെ പ്ലാൻ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ഏരിയ ഫോർ ഹോൾഡിംഗ് മീഡിയ ബ്രീഫിംഗ്സ്, മാധ്യമ സമ്മേളനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലേസുകൾ. Then area for keeping patients in case a part of the hospital is evacuated. Area for keeping patient in case a part of the hospital is evacuated. അത് ഏത് തരം ഏരിയ ആണ്? അതായത് ആശുപത്രിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഒഴിപ്പിക്കേണ്ടി വന്നാല് രോഗികളെ പാർപ്പിക്കാനായിട്ട് നമ്മൾ പ്രത്യേക പ്ലേസസ്, കുറച്ച് ഏരിയാസ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഏരിയാസിലും എന്ത് വേണം? പ്ലാൻ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അതായത് ആശുപത്രിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവിടെയുള്ള പേഷ്യൻസിനെ നമുക്ക് പാർപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു, ഇപ്പൊ നമ്മൾ കുറെ സെമിനാർ ഹാളുകള് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് എടുക്കുന്ന ഹാളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളടത്ത് മാറ്റാനായിട്ട് അത്തരം ഏരിയാസ് കൂടി എന്താണ് നമ്മൾ ഈ ഒരു പ്ലാൻ ആക്ടിവേഷന്റെ അണ്ടറിൽ കൊടുക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ ഏതൊക്കെ പ്ലേസിലാണ് നമ്മൾ ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഏതൊക്കെ ഏരിയാസ് ആണ്? കമാൻഡ് സെന്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസ്, സെക്യൂരിറ്റി ഓഫീസ്, റിസപ്ഷൻ ഡ്രൈവേജ് ഏരിയ, ഡീകണ്ടാമിനേഷൻ ഏരിയ, മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ്, അക്യൂട്ട് കെയർ ഏരിയാസ്, ഡെഫിനിറ്റീവ് കെയർ ഏരിയാസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആൻഡ് വാർഡ്സുകൾ. Then high dependency units, mortuary, holding area for relatives or non-injured. Then media briefings places, area for keeping patients in case a part of the hospital is evacuated. Okay. ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രധാന ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ ഇത്? ഓക്കെ. ഇനി നമുക്കറിയാം ഈ ഒരു സമയത്ത് ബെഡ് അവൈലബിലിറ്റി എല്ലാവർക്കും കിട്ടണമെന്നുണ്ട്. എമർജൻസി ഡിസാസ്റ്റർ സിറ്റുവേഷൻസിലെ എല്ലാ പേഷ്യൻസിനും ബെഡ് അവൈലബിൾ ആവണമെന്നുണ്ടോ? ഇല്ല, ചാൻസ് കുറവാണ് അല്ലെ? എന്നാലും നമ്മൾ എന്താണ് മാക്സിമം ബെഡ് അറേഞ്ച്മെന്റ്സ് അവൈലബിലിറ്റി കൂട്ടാനായിട്ട് ശ്രമിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. എമർജൻസി ടൈംസിൽ നമുക്ക് എങ്ങനെയൊക്കെ ബെഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം? അതിന് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്. ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്. എന്താണ് ഇലക്ടീവ് കേസസ് എന്ന് പറയുന്നത്? എങ്ങനെയുള്ള കേസസ് ആയിരിക്കും? അധികം നോട്ട് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ റിക്കവർ ആയിരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കും അല്ലെ? അങ്ങനെയുള്ളവർ എന്താണ് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുക. അപ്പൊ അവിടെ എന്താണ് ബെഡ് അവൈലബിലിറ്റി കൂട്ടാൻ പറ്റും. അതേപോലെ ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്. ഇലക്ടീവ് കേസസ് എന്ന് പറയുമ്പോൾ നമ്മള് ഇങ്ങനെ പറയാം, ഈ എമർജൻസി അല്ലാതെ തരുന്ന പേഷ്യൻസിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ സ്റ്റേബിൾ ആയിട്ട് റിക്കവർ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഉടനടി അവരെ ഡിസ്ചാർജ് ചെയ്യാം. സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. നോൺ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണം? അഡ്മിറ്റ് ചെയ്യരുത്. ഓക്കെ. പിന്നെ ചേഞ്ച് വെയിറ്റിംഗ് ഓർ നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഇൻ ടു മേക്ക് ഷിഫ്റ്റ് വാർഡ്സ്. അതായത് നമ്മുടെ വെയിറ്റിംഗ് റൂം, നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ്, അങ്ങനെയുള്ള പ്രധാന സ്ഥലങ്ങളില്ലേ, അതൊക്കെ നമ്മൾ എന്താക്കി മാറ്റണം? എന്താക്കി മാറ്റാം? നമുക്ക് വാർഡുകളാക്കി മാറ്റിയിട്ട് അവിടെ ബെഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്താൽ ആ പേഷ്യൻസിനെ നമുക്ക് അവിടെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഹോസ്പിറ്റൽ അല്ലാതെ കുറച്ച് പ്ലേസസ് ഉണ്ടാവുമല്ലോ ഇതുപോലെ വെയിറ്റിംഗ് നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഒക്കെ. ബെഡ് അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ പ്ലേസുകളൊക്കെ എന്ത് ചെയ്യണം? വാർഡുകളാക്കി മാറ്റും. ഓക്കെ. അപ്പൊ അതുവഴി നമുക്ക് ബെഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. Then planning of public information and liaison. Planning of public information and liaison. എന്താ പറയുന്നത്? അത് നമ്മള് പബ്ലിക് ഇൻഫോർമേഷൻ ലൈസൺ എന്താന്ന് പഠിച്ചിരുന്നു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്?
അതായത് പബ്ലിക്കിന്റെ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ആ ഒരു പൊതു ആസൂത്രണം ചെയ്യുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ലൈസൻസ് ഓഫീസേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർ വിചാരിച്ചാൽ എന്താണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് അവൈലബിലിറ്റി ഉള്ളത് എന്നനുസരിച്ച് ഓരോ പേഷ്യൻസിനെ നമുക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ബെഡ് അവൈലബിലിറ്റി അറേഞ്ച് ചെയ്തിട്ട് അത് മാറ്റാനായിട്ട് സാധിക്കും. അതായത് ഇൻഫർമേഷൻസ് ഇവരായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ പേഷ്യൻസിന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ എത്ര പേര് ഡിസ്ചാർജ് ആയി പോകുന്നുണ്ടല്ലോ എവിടെയൊക്കെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് നമുക്ക് മാറ്റാം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് അതിന്റെയൊക്കെ ആസൂത്രണമൊക്കെ നടത്തുന്നത് ആരായിരിക്കും? പബ്ലിക് ഇൻഫർമേഷൻ ലൈസൻസ് ഓഫീസേഴ്സ് ആയിരിക്കും. അപ്പൊ അവർ പ്ലാൻ ചെയ്തിട്ട് ബെഡ് അവൈലബിലിറ്റി അവിടെ കൂട്ടാൻ അവർക്ക് സാധിക്കും. ഓക്കെ, പിന്നെ പ്ലാനിംഗ് ഫോർ സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. പ്ലാനിംഗ് ഫോർ സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. അതെന്താ അവിടെ അങ്ങനെ പറയുന്നത്? ബെഡ് അവൈലബിലിറ്റിയുമായിട്ട് നമ്മൾ ഇത് എങ്ങനെ കണക്ട് ചെയ്ത് പറയും? സുരക്ഷ അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ ആശുപത്രികളുടെ സുരക്ഷയ്ക്കായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അതായത് ഹോസ്പിറ്റലിന്റെ സുരക്ഷിതത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എത്രത്തോളം ബെഡ്സ് ഒക്കെ നമുക്ക് എവിടേക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നേരത്തെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ബെഡ് എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ബെഡിന്റെ കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് കുറച്ച് ഏരിയാസുകൾ വേണമെങ്കിൽ നമുക്ക് എന്താണ് അറേഞ്ച് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ മുഖാന്തരം സാധിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞത് എമർജൻസി സിറ്റുവേഷൻസിൽ ബെഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ്. ഒന്ന് ഇലക്ടീവ് കേസസിൽ ഡിസ്ചാർജ് ചെയ്യുക, റിക്കവറിംഗ് സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ ഡിസ്ചാർജ് ആക്കുക, നോൺ അഡ്മിറ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് പേഷ്യന്റ് കെയർ ഏരിയാസ് വെയിറ്റിംഗ് റൂംസ് ഒക്കെ എന്താണ് ഷിഫ്റ്റ് വാർഡുകളാക്കി മാറ്റും. ഓക്കെ, പിന്നെ ഇതിന്റെ ഇൻഫോർമേഷൻസ് ഓരോ ബെഡ് അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് ആരായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? ഇൻഫർമേഷൻ ആൻഡ് ലൈസൻസ് ഓഫീസേഴ്സ് ആയിരിക്കും അത് ആസൂത്രണം ചെയ്തിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് നമുക്ക് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ബെഡ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ബെഡ്സിന്റെ അവൈലബിലിറ്റി കൂട്ടാൻ പറ്റുമെന്ന് നമുക്ക് എന്താണ് അറേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ലോജിസ്റ്റിക് പ്ലാനിംഗ് ആണ്. ലോജിസ്റ്റിക്സ് പ്ലാനിംഗ് എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്? നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിനെ വിന്യാസ ശാസ്ത്രം എന്ന് പറയും അല്ലെ. വിന്യാസ ശാസ്ത്രം ഇങ്ങനെ ഡിസാസ്റ്റർ നമ്മൾ അതിനെ എങ്ങനെ പറയും കണക്ട് ചെയ്താൽ? എങ്ങനെ പറയാം? നമുക്കറിയാം എമർജൻസി സിറ്റുവേഷൻ ആണ് അല്ലെ. ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും പ്രക്രിയയോ പ്രതിഭാസമോ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിപുലമായിട്ടുള്ള കുറച്ച് സന്നാഹങ്ങളെ ഒരുക്കാൻ വേണ്ടി റെഡിയാക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ലോജിസ്റ്റിക് അഥവാ വിന്യാസ ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത്. അതായത് എന്തെങ്കിലും സങ്കീർണമായ ഒരു പ്രക്രിയ, ഇവിടെ സങ്കീർണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഡിസാസ്റ്റർ ആണ് അല്ലെ, ഒരു ദുരന്തമാണ്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ആ ഒരു ദൗത്യം നടപ്പിലാക്കാനായിട്ട് വേണ്ടി വിപുലമായിട്ടുള്ള സന്നാഹങ്ങളെ ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ലോജിസ്റ്റിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ലോജിസ്റ്റിക് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഹോൾ ഹോസ്പിറ്റലിന് നമ്മൾ ആ ദൗത്യത്തിന് വേണ്ടിയിട്ട് അവരെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അല്ലെ. ഓക്കെ, ലോജിസ്റ്റിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കീർണമായ ഒരു പ്രക്രിയയോ ദൗത്യമോ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തരം സന്നാഹങ്ങളെയും ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ലോജിസ്റ്റിക് പ്ലാനിംഗ് അഥവാ വിന്യാസ ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ ഏരിയാസിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്? ഫസ്റ്റ് വൺ, പ്ലാനിംഗ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് ഏത് തരം പ്ലാനിംഗ് ആണ് വരുന്നത്? ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ്സ് അല്ലെ. പ്ലാനിങ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഹോസ്പിറ്റലിനകത്തും പുറത്തുമായിട്ടുള്ള എല്ലാത്തരം കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നു.
Okay. Yes. Then transportation. ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അല്ലെ? എങ്ങനെയൊക്കെ ആയിരിക്കണം ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്? To and from the site or other hospitals. എവിടേക്ക് ആയിരിക്കണം ഒരുക്കേണ്ടത്? ഒന്നില്ലെങ്കിൽ ടു ആൻഡ് ഫ്രം ദ സൈറ്റ് അല്ലെങ്കിൽ അതർ ഹോസ്പിറ്റൽസിലേക്കുള്ള എല്ലാത്തരം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും പ്ലാൻ ചെയ്യണം. ഓക്കെ. Then stores planning. Stores planning. എന്തൊക്കെ സാധനം, എന്തൊക്കെ സപ്ലൈസ് റിസോഴ്സസ് സ്റ്റോർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നു. ഓക്കെ. എക്യുപ്മെന്റ്സുകളാവാം, മറ്റ് മെറ്റീരിയൽസുകളാവാം, മെഡിക്കേഷൻസ് ആവാം, എല്ലാത്തരം ഹോസ്പിറ്റൽസിലേക്ക് ഡിസാസ്റ്റർ ടൈമിൽ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം മെറ്റീരിയൽസും എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളത് സ്റ്റോർ പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നു. ഓക്കെ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഹോസ്പിറ്റലിന് വിത്തിനും ഔട്ട്സൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അകത്തും പുറത്തുമായിട്ട് നടക്കുന്ന എല്ലാത്തരം കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയായിരിക്കണം എന്ന് ആസൂത്രണം ചെയ്തു. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ആസൂത്രണം ചെയ്തു. സ്റ്റോർസ് ഒക്കെ ഏതൊക്കെ രീതിയിലെ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്ന എന്താണ്? പേഴ്സണൽ പ്ലാനിങ്. മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ. പേഴ്സണൽ പ്ലാനിങ്ങില് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ. മെഡിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? മെഡിക്കൽ എന്താണ്? മെഡിക്കൽ ഏതൊക്കെ വരുന്നുണ്ട്? നോൺ മെഡിക്കൽ മെഡിക്കലില് സർജറി, കാർഡിയോളജി, പീഡിയാട്രിക്സ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എല്ലാം വരുന്നുണ്ട് അല്ലെ? നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? അഡ്മിനിസ്ട്രേഷൻ, HR, മറ്റ് ഓഫീസേഴ്സ്, ഫിനാൻസ്. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ വരുന്ന നോൺ മെഡിക്കൽ. ഇവിടത്തേക്ക് പേഴ്സൺസിനെയൊക്കെ നമ്മൾ എന്താണ് സ്റ്റാഫുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് ആരൊക്കെ അലോക്കേറ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കപ്പെടും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ സ്റ്റാഫുകളുടെ പ്ലാനിംഗ് ആണ്. മെഡിക്കൽ സ്റ്റാഫുകളുടെ members of clinical staff, para and pre-clinical disciplines and standby staff should be ready for the service in the control room and command center. Medical staff. ആരൊക്കെയാണ് അതിൽ വരുന്നത്? മെഡിക്കൽ സ്റ്റാഫില് ക്ലിനിക്കൽ സ്റ്റാഫിലെ മെമ്പേഴ്സ്, പാര ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിനറി മെമ്പേഴ്സ്. പ്രീ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മെമ്പേഴ്സ് വരാം? അതിലാണ് ലാബ് ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ റിസർച്ചേഴ്സ്, മെഡിക്കൽ ലാബ് സയന്റിസ്റ്റുകളൊക്കെ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ അവരെല്ലാം തന്നെ എന്താണ് കമാൻഡ് സെന്ററിൽ അല്ലെങ്കിൽ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് എപ്പോ വേണമെങ്കിലും സർവീസസ് റെഡി ആയിരിക്കും. അപ്പൊ അവരെന്താണ് നമ്മൾ പ്ലാൻ ചെയ്ത് നിർത്തുകയാണ്. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസും ടാസ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ പ്ലാൻ ചെയ്തവിടെ നിർത്തുകയാണ്. ഓക്കെ. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ക്ലിനിക്കൽ സ്റ്റാഫുകളുണ്ട്, പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിനറി സ്റ്റാഫ്സുകളെല്ലാം തന്നെ എന്താണ് കമാൻഡ് സെന്റേഴ്സിന്റെ കൺട്രോളിന്റെ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എപ്പോ വേണമെങ്കിലും ബില്ലിംഗ് ആവുന്ന തരത്തിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡിയാക്കി നിർത്തുന്നു. ഓക്കെ, മനസ്സിലായോ? മെഡിക്കൽ സ്റ്റാഫ്. Yes. The nursing staff. Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at short notice and be able to mobilize additional nursing staff from non-critical areas. Nursing staff നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ? പ്രത്യേകിച്ച് അതിൽ ആരാണ് നഴ്സിംഗ് സ്റ്റാഫുകളെ നിയമിക്കുന്നത്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും അല്ലെ? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കുള്ളൂ ഒരു നഴ്സിംഗ് സ്റ്റാഫുകളുടെ സ്റ്റെപ്പ് ലിസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ പേരുകൾ അടങ്ങിയ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റാഫുകളാണെന്നുള്ളതിന്റെ ആ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ഓരോ പ്ലേസസിലേക്കും എന്താണ് അഡീഷണൽ ആയിട്ടുള്ള നഴ്സസിന് നമ്മള് എന്താണ് ഓരോ പ്ലേസസിലും പ്രത്യേകിച്ച് നോൺ ക്രിട്ടിക്കൽ ഏരിയാസിലൊക്കെ നഴ്സസ്മാരെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആവശ്യാധികം നഴ്സസ്മാർ വരുന്ന ഏരിയാസ് എവിടെയൊക്കെയാണ് അതിനനുസരിച്ചിട്ട് അവരുടെ ലിസ്റ്റ് അനുസരിച്ച് പ്ലാൻ ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള ഓരോ പ്ലേസസിലേക്ക് നമ്മൾ നിയമിക്കുന്നത്. അപ്പൊ അത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാലോ ഡിസാസ്റ്റർ സിറ്റുവേഷൻ ആയതുകൊണ്ട് അധിക സ്റ്റാഫുകൾ നിരത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെ? ഓക്കെ, എല്ലാവരും ആ ഒരു സമയത്ത് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി ആൻസിലറി സ്റ്റാഫുകൾ.
അപ്പൊ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും ആണ്. ഇനി വരുന്ന ആരൊക്കെയാണ്? ആൻസിലറി സ്റ്റാഫ്. ആൻസിലറി സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ മറ്റ് അനുബന്ധ സർവീസുകളാണ് അല്ലെ. ഏതൊക്കെ വരുന്നതിൽ ആൻസിലറി സർവീസസ് എന്ന് പറയുമ്പോൾ? ആൻസിലറി മെഡിക്കൽ സർവീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്. ഓക്കെ. അതർ ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അതർ ഹോസ്പിറ്റൽ സർവീസസുകൾ ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി, കിച്ചൺ എക്സെട്ര. ഇതെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ. അതായത് ആൻസിലറി സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആൻസിലറി മെഡിക്കൽ സർവീസ് എന്ന് പറഞ്ഞാൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് സ്റ്റാഫുകളെല്ലാം തന്നെ റെഡി ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതർ ഹോസ്പിറ്റൽ സർവീസ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി ആൻഡ് കിച്ചൺ എക്സെട്ര should be available. എല്ലാവരുടെ അവൈലബിലിറ്റി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. മനസ്സിലായോ? ആൻസിലറി സ്റ്റാഫ് ആരൊക്കെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന്? Next one, volunteers. ആരാണ് volunteers? The role which volunteers will assume during the time of disaster should be predetermined, rehearsed, coordinated and supervised by the regular senior staff. Volunteers എന്ന് പറയുമ്പോൾ എന്താണ് volunteersന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? സന്നദ്ധ പ്രവർത്തകരാണ് അല്ലെ. പ്രത്യേകിച്ച് ഒരു ദുരന്ത സമയത്ത് അല്ലെ, പ്രത്യേകിച്ച് ആരായിരിക്കും? ഒരു റെഗുലർ സീനിയർ സ്റ്റാഫ് ആയിരിക്കും അവരെ സൂപ്പർവൈസ് ചെയ്യുന്നത്. റെഗുലർ ആയിട്ടുള്ള സീനിയർ സ്റ്റാഫ് ആയിരിക്കും അവരെ സൂപ്പർവൈസ് ചെയ്ത് അവരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് റിഹേഴ്സൽ കൊടുത്ത് അവരെ കോർഡിനേറ്റ് ചെയ്തിട്ട് ആ ഒരു ഡിസാസ്റ്റർ പ്ലാൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാത്തരം പരിശീലനങ്ങളും റെഗുലർ സീനിയർ സ്റ്റാഫ് സൂപ്പർവൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് ഓരോ ഏരിയാസിലും വോളണ്ടിയേഴ്സ് നിർബന്ധമായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരിക്കും. റിസർവ് സ്റ്റാഫ്സുകൾ ആരൊക്കെയാണ്? റിസർവ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് റിസർവ് സ്റ്റാഫ് hospital must be identifying the physician, nurses and retired hospital workers or who have changed careers to work outside of care services or now work in areas other than direct patient care. Okay. ഇതാണ് റിസർവ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ആരൊക്കെയായിരിക്കും അത്? നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ സംബന്ധമായി വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇത്തരം ഡിസാസ്റ്റർ, ഇപ്പൊ നിപ്പ, കൊറോണ ഒക്കെ വന്ന സമയത്തൊക്കെ എന്താണ് ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടായിരിക്കും അല്ലെ. കണ്ടിട്ടുണ്ടോ സിനിമയിലൊക്കെ? ഉണ്ടാവും. നമ്മുടെ റിയൽ ലൈഫിൽ റിയൽ സ്റ്റോറീസ് നടക്കുന്ന സമയത്ത് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മള് അല്ലെ. അപ്പൊ ആരൊക്കെയാണ് റിസർവ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ എന്ന് പറയുന്നത്? ആരൊക്കെയാണ്? റിട്ടയർഡ് ആയിട്ടുള്ളവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസസ് വരുന്ന ആൾക്കാർ എല്ലാവരും അതിൽ ഉൾപ്പെടണം അല്ലെ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരാം, ഹെൽത്ത് മേഖലയിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ, അതായത് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരാം, ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ ഓഫീസേഴ്സ് വരാം, പിന്നെ ആരാണ് ബാക്കി ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റാഫുകള്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്റ്റാഫുകൾ ഉണ്ട്, റിസർച്ച് പർപ്പസ് നടത്തുന്ന കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഹെൽത്ത് പോളിസീസ് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാര്, പിന്നെ എന്താണ് ഹെൽത്ത് കെയർ കൺസൾട്ടിങ് കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ സ്റ്റാഫുകളും, അതായത് ഇപ്പോ അത് റിട്ടയർഡ് ആയവരുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയറിൽ നിന്ന് തന്നെ മറ്റൊരു വർക്ക്സിലേക്ക് പോയവരുണ്ടാവും. ആരാണെങ്കിൽ തന്നെ എന്താണ് പ്രത്യേകിച്ച് ഡയറക്റ്റ് പേഷ്യന്റ് കെയറിൽ വർക്ക് ചെയ്യാത്തവരാണെങ്കിലും ആ മേഖലയിലുള്ളവരാണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻസിൽ എന്താണ് ഇത്രയും സ്റ്റാഫുകളുടെ ആവശ്യം അവിടെ ഉണ്ട് അല്ലെ. അതായത് വലിയൊരു ദുരന്തത്തിന് നമ്മൾ നേരിടണം, ആ സാഹചര്യത്തിൽ കംപ്ലീറ്റ് കെയർ കൊടുക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് സ്റ്റാഫുകളും എപ്പോഴും എന്താണ് ഇവരെയും കൂടി നമ്മൾ എന്താണ് ഈ ഒരു സമയത്ത് ഈ ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത പ്ലാൻ ആണ് എന്താ? ഫിനാൻഷ്യൽ പ്ലാനിങ്. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് അതിൽ കൊടുത്തിട്ടുണ്ടോ?
എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് മാത്രമാണോ നിങ്ങളുടെ ടെക്സ്റ്റില്? യെസ്. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ഈ ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്? ബഡ്ജറ്റ് അലോക്കേഷൻസ് ആണ് വരുന്നത് അല്ലെ? എന്തിനു വേണ്ടിയുള്ള ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യണം നമ്മൾ അവിടെ? എമർജൻസി ഫണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെ? അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ടുകളാണ്. വേണമെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്ത് വേണമെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്തൊക്കെ വരുന്നുണ്ട്? അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്, ബഡ്ജറ്റ് അലോക്കേഷൻ, പിന്നെ ഇൻഷുറൻസ് കവറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പിന്നെ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ്, ഗവൺമെന്റ് ഫണ്ട്, ഗ്രാന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങള്. അതായത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത്? ആ ഒരു ഫിനാൻഷ്യൽ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? ഡിസാസ്റ്റർ സമയത്ത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫണ്ടുകളൊക്കെ നമ്മൾ ഓതറൈസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ച് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അതായത് എമർജൻസി ഫണ്ടിന് മാത്രമാണ് നമ്മളവിടെ ഫണ്ട് ഓൾറെഡി പ്ലാൻ ചെയ്ത് മാറ്റും. അതായത് എന്തിനു വേണ്ടിയിട്ട്? എമർജൻസി സിറ്റുവേഷൻസില് റിസ്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധനപരമായിട്ടുള്ള ആസൂത്രണം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ഒന്നുകൂടി പറയാം. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്തൊക്കെ വരുന്നുണ്ട്? അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്, ബഡ്ജറ്റ് അലോക്കേഷൻ, ഇൻഷുറൻസ് കവറേജ്, ഗവൺമെന്റ് ഫണ്ടഡ് ആൻഡ് ഗ്രാന്റ്സ്. വെറുതെ പോയിന്റ് ഔട്ട് ചെയ്താൽ മതി കേട്ടോ. ഗവൺമെന്റ് ഫണ്ടഡ് ആൻഡ് ഗ്രാന്റ്സ്. ഓക്കെ, അത്രേ ഉള്ളൂ. മനസ്സിലാക്കിയാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും അതിലില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് ലോജിസ്റ്റിക് പ്ലാനിങ് എന്താണെന്നാണ് അല്ലെ? ഇപ്പൊ മനസ്സിലായോ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഡിസാസ്റ്റർ നേരിടാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ ഹോൾ നമ്മള് ആസൂത്രണം ചെയ്തതാണ് എന്താ ലോജിസ്റ്റിക് പ്ലാൻ. അതായത് ഡിസാസ്റ്റർ എന്ന ഈ ഒരു കടമ്പയെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മള് എല്ലാ ഭാഗങ്ങളും പ്ലാൻ ചെയ്യുന്നു. അതായത് കമ്മ്യൂണിക്കേഷൻ മുതൽ ഫിനാൻഷ്യൽ പ്ലാനിങ് വരെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു, സ്റ്റോഴ്സുകൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു, പേഴ്സണൽ പ്ലാനിങ്, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ മെഡിക്കൽ സ്റ്റാഫുകൾ ആരൊക്കെ വേണം, നഴ്സിംഗ് സ്റ്റാഫുകൾ, ആൻസിലറി സ്റ്റാഫുകൾ, വോളണ്ടിയേഴ്സ്, റിസർവ് സ്റ്റാഫ്സുകൾ, ഫിനാൻഷ്യൽ പ്ലാനിങ്സ്, ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. യെസ്. നമുക്ക് ഡിസാസ്റ്റർ ഫേസ് നോക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ച ഏതാണ്? ഏത് ഫേസ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നത്? ഏത് ഫേസ് ആയിരുന്നു? ഡിസാസ്റ്ററിന് തൊട്ട് മുമ്പുള്ളത് പ്രീ ഡിസാസ്റ്റർ ഫേസിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നോക്കാം. ഡിസാസ്റ്ററിന് 3 ഫേസ് ഉണ്ട്. അതില് പ്രീ ഡിസാസ്റ്റർ ഫസ്റ്റ് ഫേസ് ആണ് നമ്മൾ പഠിച്ചത്. അതായത് എന്തൊക്കെ റിസ്കും ട്രെയിനിങ്സും ഒക്കെയാണ് ഈ ഒരു ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്ലാനിങ് ഒക്കെയാണ് എന്തിൽ വരുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വരുന്നത്. ഓക്കെ, ഏതൊക്കെ രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം, ഏതൊക്കെ രീതിയിലുള്ള പ്ലാനിങ് കമ്മിറ്റി രൂപീകരിക്കണം, അതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എന്താണ് ICS, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ടത്, ഇൻസിഡന്റ് സ്റ്റാഫിൽ വരുന്ന ആരൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ദെൻ ഏതൊക്കെ ജോബ് കാർഡ്സിൽ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ഏരിയാസിൽ ഈ ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണം, ബെഡ് അവൈലബിലിറ്റി എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം, ലോജിസ്റ്റിക് പ്ലാൻ, ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ നടക്കുന്ന ഒരു ഘട്ടം അല്ലെ? തുടർന്ന് നടക്കുന്ന ആക്ടിവേറ്റഡ് ആവുന്ന ഒരു ഘട്ടമാണ് എന്ത്? ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്.
Disaster activation alert and mobilization phase. Plans for alerting the disaster committee, staff, other facilities via phone, paging and mobilizing resources to suitable activated areas. ഈ പ്ലാൻ ആക്ടിവേറ്റഡ് ആവുമ്പോൾ എന്താണ്, എല്ലാ ഏരിയാസിലും നമുക്ക് ഈ ആക്ടിവേഷൻ നമ്മൾ അലേർട്ടേഷൻ കൊടുക്കും അല്ലെ. പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം തന്നെ എന്താണ്, ഡിസാസ്റ്റർ ആരംഭിച്ചു കഴിഞ്ഞാൽ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അലേർട്ടേഷൻ കൊടുക്കും. ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാനിന്റെ അലേർട്ടേഷൻ? എവിടേക്കാണ്? ഡിസാസ്റ്റർ കമ്മിറ്റി, സ്റ്റാഫുകള്, അതർ ഫെസിലിറ്റീസ്, ഫോൺസ്, പേജിങ് ആൻഡ് മൊബിലൈസിംഗ് റിസോഴ്സസ് ടു സ്യൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസ്. അപ്പൊ എല്ലായിടത്തും ആക്ടിവേഷൻ കൊടുത്തിട്ട് ഓരോ റിസോഴ്സസ് എവിടെയൊക്കെ അവൈലബിൾ ആകുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ് ആ ഒരു പ്രോഗ്രാംസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഡിസാസ്റ്റർ ഘട്ടത്തിൽ. ഓക്കെ, ഇനി ഈ ഒരു സമയത്ത് ഇൻസിഡന്റ് കമാൻഡറുടെ റോൾ എന്ന് പറയുന്നത്, ഇൻസിഡന്റ് കമാൻഡർ ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇൻസിഡന്റ് കമാൻഡർ ആരാണ്? എന്താണ് അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി? ആരാണ് ഇൻസിഡന്റ് കമാൻഡർ? മറന്നുപോയോ? ഓൾ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ആളാണ് അല്ലെ. ഓൾ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് ഇൻസിഡന്റ് കമാൻഡർ. Who must be free to command and coordinate the overall disaster response. എല്ലാ ഡിസാസ്റ്റർ റെസ്പോൺസിനെയും എന്താണ് കോർഡിനേറ്റ് ചെയ്യാൻ, ഇതിന്റെ കമാൻഡ്സുകളൊക്കെ നിർദ്ദേശിക്കുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഓക്കെ, then must be appointed by hospital administration. Then ഇൻസിഡന്റ് കമാൻഡറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും കൂടിയാണ് എന്താ അവിടെ എല്ലാ കമാൻഡ് പുറപ്പെടുവിക്കുന്നത് അദ്ദേഹമാണ്. അതിനൊപ്പം തന്നെ എന്താണ് അഡ്മിനിസ്ട്രേഷൻ ആണ് അത് ഉറപ്പുവരുത്തുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇൻസിഡന്റ് കമാൻഡർ നിർദ്ദേശിക്കുന്നത് ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഫിസിഷ്യനെ നമ്മള് വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസസിലേക്ക് മാറ്റുക. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസസിലേക്ക്. മനസ്സിലായോ? അതായത് എവിടെയൊക്കെ ആരൊക്കെ ഏതെങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യണം, എവിടെയൊക്കെ ആരൊക്കെ നിൽക്കണം എന്ന് ഫസ്റ്റ് തീരുമാനിക്കുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് ഉറപ്പുവരുത്തും. അതേപോലെ തന്നെ ഇപ്പൊ നഴ്സുമാരെ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ട് ഇന്ന പ്ലേസിൽ ICU അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോ പ്ലേസിലേക്ക് എന്ത് ചെയ്യും, അവരെ അലോട്ട് ചെയ്യും പ്ലാൻ ആക്ടിവേറ്റഡ് ആവുന്ന സമയത്ത്. ഓക്കെ, നമുക്കറിയാലോ വരുന്ന കേസസുകൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഡിസാസ്റ്റർ സമയത്ത് അപകടം സംഭവിച്ചു വരുന്ന പേഷ്യൻസുകൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആ സമയത്ത് ആരൊക്കെ എങ്ങനെയൊക്കെ പോകണമെന്ന് അദ്ദേഹം ശരിക്കും പറഞ്ഞ ഇൻസിഡന്റ് കമാൻഡർ ആണ് ആ ഒരു ഡിസാസ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് ഹോൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ പലരുടെയും ജീവൻസ് തന്നെ ശരിക്കും രക്ഷപ്പെടുന്നത്. ഓക്കെ, ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആവുന്ന സമയത്ത് എല്ലാ ഏരിയാസിലേക്കും ഈ പ്ലാൻസുകൾ അതെന്താണ് ഓരോ സൂട്ടബിൾ ഏരിയാസിലേക്ക് നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഇൻസിഡന്റ് സ്റ്റാഫുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഡിസാസ്റ്റർ ഫേസിൽ ആരാണ് ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത്? എന്താണ് അവരുടെ പർപ്പസ് എന്ന് പറയുന്നത്? ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? Purpose of the incident staff is to provide the hospital IC means incident staff with enough manpower to meet all his or her responsibilities in conducting the disaster relief operation. Incident staff എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആരെയാണ് ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത്? ആരെയാണ് പിള്ളേരെ? IC എന്ന് പറയുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡ് ആണ്. ഇൻസിഡന്റ് കമാൻഡർക്ക് നമ്മൾ അതായത് ആവശ്യത്തിലധികമുള്ള സ്റ്റാഫുകളെ നമുക്ക് ആർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം? ആർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഇനഫ് മാൻ പവർ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യത്തിലധികമുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഇൻസിഡന്റ് കമാൻഡർക്ക്. അതായത് ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ആവശ്യത്തിലധികം സ്റ്റാഫുകൾ, ആവശ്യത്തിലധികം ജീവനക്കാരെ നമ്മൾ ICക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ICക്ക് നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് എല്ലാത്തരം റിലീഫ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി, ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ICക്ക് ഇൻസിഡന്റ് കമാൻഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? ആവശ്യത്തിലധികമുള്ള മാൻ പവേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ അതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്.
A staff compressing the 7 position. അതായത് നമ്മൾ ഈ സ്റ്റാഫുകൾ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, അതിന് മാൻ പവർ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഡിസാസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വലിയ ഡിസാസ്റ്റർ ആണെങ്കിൽ അതിനനുസരിച്ച്, ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ അവൈലബിൾ ആക്കുന്നത്. ഇവിടെ പറയുന്നത് 7 പൊസിഷൻ ആണ് മാൻ പവർ എന്നുള്ളത്. അതായത് 7 പൊസിഷൻസ് ഉണ്ട്. ഒരു മീഡിയം സൈസ് ഡിസാസ്റ്റർ ആണെങ്കിൽ 7 പൊസിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പ്ലാനിങ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ. കണ്ടോ? ഈ എല്ലാ മേഖലകളിലും പ്ലാനിങ് ആയിട്ട്, ലോജിസ്റ്റിക് ആയിട്ട്, ഇവിടെ എല്ലാം തന്നെ എന്ത് അവൈലബിൾ ആയിരിക്കണം? ഈ 7 പൊസിഷൻസിലും എന്ത് അവൈലബിൾ ആയിരിക്കണം? ആരാണ് അവൈലബിൾ ആവേണ്ടത്? പ്ലാനിങ്ങില്, ലോജിസ്റ്റിക്സില്, ഓപ്പറേഷൻസില്, ഫിനാൻസില്, പബ്ലിക് റിലേഷൻസില്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൻസില് ആര് അവൈലബിൾ ആയിരിക്കണം? സ്റ്റാഫുകൾ. അതായത് ഒരു ഇടത്തരമായിട്ടുള്ള ഒരു ദുരന്തത്തിന് നമുക്ക് ഇൻസിഡന്റ് സ്റ്റാഫുകൾ ആവശ്യമാണ് അല്ലെ. അവർ ഇൻസിഡന്റ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 7 പൊസിഷൻസിലും ആവശ്യത്തിലധികം സ്റ്റാഫുകള്, പ്രത്യേകിച്ച് ഒരു ഇടത്തരം മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണെങ്കിൽ എന്താണ്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 7 സ്ഥാനങ്ങളാണെന്ന് പറയുന്നത്. ഈ 7 സ്ഥാനങ്ങളിൽ 7 പ്ലേസസിലും എന്താണ്, സ്റ്റാഫുകൾ ആവശ്യത്തിലധികം ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? നമ്മുടെ മാൻ പവേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസുകൾ തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് റിലീഫ് ഓപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് അവരുടെ ആവശ്യമുണ്ട്. അതിന്റെ പ്രത്യേകിച്ച് ഇത്തരം സ്റ്റാഫുകൾ, ഇത്രയും മാൻ പവേഴ്സിന് നമ്മൾ ഇൻസിഡന്റ് കമാൻഡേഴ്സ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ICT നൽകുക, ഇൻസിഡന്റ് കമാൻഡേഴ്സിനെ നൽകുന്നത്. ഓക്കെ, അവരുടെ പ്രത്യേകിച്ച് ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണെങ്കിൽ അവരുടെ ഏതൊക്കെ രീതിയിലാണ് അവരിതിനെ പൊസിഷനിങ് ചെയ്യുന്നത്? സ്റ്റാഫുകളെ കംപ്രൈസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്? പ്ലാനിങ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻ, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റാഫുകളെ നമ്മൾ നിയമിച്ചിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, 7 പൊസിഷന്റെ ഏതൊക്കെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്? 7 പൊസിഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇത് ഏത് സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്? ഏത് സമയത്ത് നടക്കുന്നതാണ്? ഡിസാസ്റ്റർ ഫേസിലാണ് കേട്ടോ. ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ നടക്കുന്ന ആ ഒരു സമയത്ത്. നേരത്തെ നമ്മൾ പഠിച്ചത് പ്രീ ഡിസാസ്റ്റർ ഫേസിലും കംപ്ലീറ്റ് പ്ലാനിങ് ആണ് അല്ലെ. ഇവിടെ അത് ഓൾറെഡി അത് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, ആ 7 പൊസിഷനും പഠിക്കണം. അത് ഫസ്റ്റ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി when disaster strikes, activities in hospital. ഒരു ഡിസാസ്റ്റർ ആരംഭിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കും. ആ സമയത്ത് ഇതാരാണ് ഇതിന് ഒരു അലേർട്ടേഷൻ കൊടുക്കുന്നത്? ഇതിന് ആക്ടിവേഷൻ കൊടുക്കുന്നത് ആരായിരിക്കും? ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും അല്ലെ. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും ഇത് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെ. അതായത് ഡിക്ലറേഷൻ എങ്ങനെയാണ് വിളിച്ച് പറയുന്നത് അല്ലെ. എങ്ങനെയാണ്? ഡോക്ടർ മേജർ എന്നൊരു കോഡ് ഉണ്ട്. ആ ഒരു കോഡ് അനുസരിച്ചിട്ടാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. ഡോക്ടർ മേജർ എന്ന് പറയുന്ന ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയി എന്നുള്ള ഒരു കോഡാണ്. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കുള്ളൂ ആ ഡിസാസ്റ്റർ നടക്കുന്ന സമയം, ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇത് പുറപ്പെടുവിക്കുന്നത്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും വരുന്നത്? CEO ഉണ്ടാവും അല്ലെ, ചീഫ് CEO ഉണ്ടാവാം, മെഡിക്കൽ ഡയറക്ടർ ഉണ്ടാവാം, നഴ്സിംഗ് ഡയറക്ടർ ആവാം, സീനിയർ ഫിസിഷ്യൻ ആവാം. ഇതിലാരെങ്കിലും ആയിരിക്കാം എന്ത്? ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഒരു ഡോക്ടർ മേജർ എന്നൊരു അലേർട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഡിസാസ്റ്റർ പ്ലാൻ, പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഇൻഫോംഡ്. അത് മാത്രമല്ല എന്താണ്, ഇവിടെ എല്ലാം പ്രത്യേകിച്ച് പോലീസ് അല്ലെങ്കിൽ മറ്റ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം തന്നെ ഇത് ഇൻഫോം ചെയ്യുന്നു. പിന്നെ ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരിക്കുള്ളൂ ഇത് പിന്നീട് അനൗൺസ് ചെയ്യുന്നത്. ടെലിഫോൺ ഓപ്പറേറ്റർ എന്താണ് അനൗൺസ് ചെയ്യുന്നത്? ഡോക്ടർ മേജർ 3 times every 30 seconds for period of 3 minutes. അപ്പൊ ഡോക്ടർ മേജർ എന്ന അലേർട്ടേഷൻ കോഡ് ടെലിഫോൺ ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നു? അനൗൺസ് ചെയ്യുന്നു. എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്യുന്നത്? എത്ര പ്രാവശ്യമാണ്? 3 times, 3 പ്രാവശ്യം 30 സെക്കൻഡ്സില് പീരീഡ് ഓഫ് 3 മിനിറ്റ്സിന്റെ ഇടയിൽ 3 പ്രാവശ്യം എന്താണ് അദ്ദേഹം ഇത് അലേർട്ട്. അതായത് ഈ ഒരു
കോഡ് പുറപ്പെടുവിക്കുകയാണ് ഡോക്ടർ മേജർ എന്ന് അനൗൺസ് ചെയ്യും. ഓക്കെ, അവിടെ വരെ പറഞ്ഞ കാര്യം മനസ്സിലായോ? Then physicians and other staff who are off duty are recalled. All departments implement established procedures. ഇനി ഫിസിഷ്യൻസും മറ്റ് സ്റ്റാഫുകൾ, ഇനി ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകളാണെങ്കിൽ എന്താണ്, അവരൊക്കെ നമ്മൾ റീകോൾ ചെയ്ത് ആ ഒരു പ്രൊസീജിയേഴ്സ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എല്ലാവരും ആ ഒരു സമയത്തേക്ക് ആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, അതായത് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ അതർ സ്റ്റാഫുകൾ ഹു ആർ ഓഫ് ഡ്യൂട്ടീസിലുള്ള സ്റ്റാഫുകളാണെങ്കിൽ, ഓഫ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സും സ്റ്റാഫുകളാണെങ്കിൽ പോലും എന്താണ് നമ്മൾ അവരെ ആ ഒരു സമയത്തേക്ക് റീകോൾ ചെയ്ത് പ്രൊസീജിയേഴ്സ് ഇവിടെ ആരംഭിക്കും. ഓക്കെ, then written instructions are given for manning important areas to medical staff and house officers by a designated staff. ഇനി റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ഏരിയാസ്, അതായത് ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്ക് നമുക്ക് എന്താ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടി വരും. അതായത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ്, അതായത് ടു മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഹൗസ് ഓഫീസേഴ്സ് ബൈ എ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്. റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കേണ്ടത് എവിടേക്കാണ് കൊടുക്കേണ്ടത്? ആരാണ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്? ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു നിർദ്ദിഷ്ട സ്റ്റാഫ് ആയിരിക്കുള്ളൂ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് ഓഫീസേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അപ്പോൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആയിരിക്കും കേട്ടോ. അതായത് ഒരു നിയുക്ത സ്റ്റാഫിനെ കൊണ്ടായിരിക്കും നമ്മൾ റിട്ടേൺ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഇനി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് ആർ ഗിവൺ ടു ഡിസാസ്റ്റർ ചീഫ് ഓഫ് എമർജൻസി റൂം, triage area, emergency waiting room, staff holding room, emotionally disturbed patients area, relatives waiting room, admitting office, prayer department, admitting officer department, blood bank and CSST. ഇനി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്? ആരാണത് കൊടുക്കുന്നത്? ഡിസാസ്റ്റർ ചീഫ് അല്ലെങ്കിൽ ചീഫ് ഓഫ് എമർജൻസി റൂം ആയിരിക്കുള്ളൂ. ഡിസാസ്റ്റർ ചീഫ് ആണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ ഏരിയാസിലേക്കാണ്? ട്രയേജ് ഏരിയ, എമർജൻസി വെയിറ്റിംഗ് റൂം, സ്റ്റാഫ് ഹോൾഡിംഗ് റൂംസുകള്, ഇമോഷണൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഏരിയ ഉണ്ടായിരിക്കാം, റിലേറ്റീവ്സിന്റെ വെയിറ്റിംഗ് റൂമുകള്, അഡ്മിറ്റിംഗ് ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ബ്ലഡ് ബാങ്ക് ആൻഡ് CSST. ഇത്തരം സ്പെഷ്യൽ ഏരിയാസിലേക്ക് എന്താണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കുള്ളൂ ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിസാസ്റ്റർ ചീഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസില്. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്? ഡിസാസ്റ്റർ ചീഫ് ആണ്. ഏതൊക്കെ ഏരിയാസിലാണ്? ട്രയേജ് ഏരിയ മുതൽ CSST വരെയുള്ള പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ചീഫ്സ് ആർ അസൈൻ ടു കീ ഏരിയാസ്. ചീഫുകളെയൊക്കെ നമ്മൾ എവിടെയാണ് നിയമിക്കുന്നത്? ചീഫുകളെയൊക്കെ ചീഫ്സ് എവിടെയാണ്? കീ ഏരിയാസ് അല്ലെ, കീ ഏരിയാസ് പ്രധാന ഏരിയാസിൽ ചീഫുകൾ അസൈൻ ചെയ്യുന്നു. പിന്നെ സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ, ദ ട്രാഫിക് triage is initiated next to the ambulance entrance. ഇനി നെക്സ്റ്റ് ആരാണ് വരുന്നത്? സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ. എന്തിനു വേണ്ടിയിട്ടാണത്? സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽസ് ഹോസ്പിറ്റലിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽസിനെ പ്രത്യേകിച്ച് ഓരോ കൺട്രോൾ ട്രാഫിക് ഏരിയാസിൽ നിയമിക്കുന്നു. പിന്നെ ട്രയേജ് is initiated next to ambulance entrance. ട്രയേജ് എവിടെയായിരിക്കും നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്? ട്രയേജ് ഏരിയ എവിടെയായിട്ടായിരിക്കും? ട്രയേജ് is initiated next to the ambulance entrance. എവിടെയായിരിക്കും ഉള്ളത്?
ട്രയേജ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ട്രയേജ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. ട്രയേജിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാലോ ട്രയേജ് എന്ന് പറയുന്നത് എന്ത് സിറ്റുവേഷൻ ആണ്? ട്രയേജ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ് ആണ്? പേഷ്യന്റിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്ന അല്ലെ, സിവിയറിറ്റി അനുസരിച്ച് പേഷ്യന്റിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി പാലിച്ചിട്ട് വേണം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട്. അതായത് ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കാര്യകാരണങ്ങൾ കുന്നുകൂടാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ കാര്യകാരണങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരുപാട് പേഷ്യൻസിനെ ഇങ്ങനെ കൂട്ടിയിടാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിരിക്കണം? പെട്ടെന്ന് തന്നെ അവർ കാഷ്വാലിറ്റീസ് വരുന്ന കുന്നുകൂടാതെ, അതായത് വന്ന ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ ഒരുപാട് പേഷ്യൻസ് കുന്നുകൂടാൻ അനുവദിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് അവരെന്ത് ചെയ്യണം? സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഓക്കെ, യെസ്. ദെൻ സോർട്ട് പേഷ്യൻസ് റാപ്പിഡലി. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? രോഗികളെ നമ്മൾ അടുക്കി മാറ്റേണ്ടതാണ്, സോർട്ട് ഡിവൈഡ് ചെയ്യാൻ. ദെൻ ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. അവർക്ക് നിർദ്ദേശിച്ച് അവരുടെ അവസ്ഥ എന്താണ് അതിനനുസരിച്ച് അവർക്ക് ടാഗ് ചെയ്യാം. ടാഗ് അറിയാലോ, കളർ കോഡുള്ള ടാഗുകൾ ഉണ്ട്. ഏത് പേഷ്യൻസ് ആണ് നമ്മളിപ്പോ ബാക്കി ഭാഗങ്ങളിൽ പഠിക്കും കേട്ടോ, ഏതൊക്കെയാണ് ആവശ്യാനുസരണം അവരെ ടാഗ് ചെയ്യുക. പിന്നെ എന്താണ്? റോഡ് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. ടാഗ് ചെയ്തതിനു ശേഷം നമ്മൾ അവരെ എങ്ങോട്ട് കൊണ്ടുപോകണം? ടാഗ് ചെയ്തതിനു ശേഷം ഏതുതരം കേസാണോ അവരെ ഏത് ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണോ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ഓരോ പേഷ്യൻസിനെ അതത് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാറ്റും. ട്രയേജ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ട്രയേജുമായി വരുന്ന ട്രയേജ് പേഷ്യൻസിനെ നമ്മൾ ഒരിക്കലും അവിടെ എന്താണ്? കുന്നുകൂടാൻ അനുവദിക്കരുത്. പൈലപ്പ് ചെയ്യാനുള്ള സിറ്റുവേഷൻ, അതായത് ഒരുപാട് പേര് ഇങ്ങനെ കൂടി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. എത്രയും പെട്ടെന്ന് തന്നെ കഴിവതും വേഗം നമ്മൾ എന്ത് ചെയ്യണം? അവരെ മാറ്റുക. പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ നമ്മൾ റാപ്പിഡായിട്ട് സോർട്ട് ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായ ടാഗ് അവർക്ക് കളർ കോഡ് ചെയ്തിരിക്കുന്ന ടാഗുകൾ അവർക്ക് നിർബന്ധമായി കൊടുക്കുക. അത് വേണ്ടിട്ടോ ടാഗ് എന്ന് പറയുമ്പോൾ കണ്ടോ, ക്രിട്ടിക്കലി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ റെഡ് ടാഗ്, അർജന്റ് പേഷ്യൻസ് ആണെങ്കിൽ യെല്ലോ ടാഗ്, പിന്നെ വാക്കിംഗ് ഉണ്ട്, അതായത് നടന്നു വരാൻ പറ്റുന്ന പേഷ്യൻസ്, അതായത് ചെറിയ മുറിവുകളുള്ളവർക്കാണെങ്കിൽ ഗ്രീൻ ടാഗ്, റെഡ് ആയിട്ടുള്ളവർക്ക് ബ്ലാക്ക് ടാഗ്. ഓക്കെ, അങ്ങനെയാണ് ടാഗിങ് ചെയ്യുന്നത്. പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ടാഗിങ് ചെയ്യുന്നത് കേട്ടോ. അത് എത്തുന്നുള്ളൂ ആ ഭാഗം പറഞ്ഞു തന്നാണ് കേട്ടോ. ഇതൊക്കെയാണ് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ടാഗ് ചെയ്തതിനു ശേഷം എന്താണ്? റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. അവർ ഏത് ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് ആ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അവരെ എത്തിക്കുക. ഇതാണ് പ്രധാനമായിട്ട് ഡിസാസ്റ്റർ നടക്കുന്ന സമയത്തുള്ള ട്രയേജ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ആ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഓതറൈസ്ഡ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിരിക്കും അത് ഡിക്ലെയർ ചെയ്യുന്നത്. ഡോക്ടർ മേജർ എന്ന കോഡ് ആയിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. ചീഫ് മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ ഇംപ്ലിമെന്റ്സ് ദ ഡിസാസ്റ്റർ പ്ലാൻ. സീനിയർ ഫിസിഷ്യൻ ആണ് ആ ഡിസാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മാത്രമല്ല പോലീസിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഇൻഫോം ചെയ്യുന്നു. ടെലിഫോൺ ഓപ്പറേറ്റർ പിന്നെ എന്ത് ചെയ്യും? അത് അനൗൺസ് ചെയ്യും അല്ലെ. ഡോക്ടർ മേജർ എന്ന കോഡ് 3 പ്രാവശ്യം എവറി 30 seconds ഫോർ എ പീരീഡ് ഓഫ് 3 minutesനുള്ളിൽ അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഫിസിഷ്യൻസും മറ്റു സ്റ്റാഫുകളും എന്താണ് ഓഫ് ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകളാണെങ്കിൽ അവരൊക്കെ നമ്മൾ തിരിച്ചു വിളിക്കുകയും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെ പ്രൊസീജിയറുകൾ ആരംഭിക്കാനായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കും. റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇമ്പോർട്ടന്റ് ഏരിയാസിൽ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫുകളായിരിക്കും കൊടുക്കുന്നത്. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. അത് ഡിസാസ്റ്റർ ചീഫ് ആയിരിക്കും കൊടുക്കുന്നത്. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ഏരിയാസ് ട്രയേജ് ഏരിയ മുതൽ ബ്ലഡ് ബാങ്ക്, CSST, പിന്നെ അഡ്മിറ്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ സ്റ്റാഫ് ഹോൾഡിംഗ് ഏരിയാസ് അങ്ങനെയൊക്കെയാണ്. ദെൻ ചീഫ്സ് കീ ഏരിയാസിലായിരിക്കും നമ്മൾ ചീഫുകളെയൊക്കെ നിയമിക്കുന്നത്. പ്രധാനപ്പെട്ട ഏരിയാസിലായിരിക്കും നമ്മൾ ചീഫുകളെ നിയമിക്കുന്നത്. സെക്യൂരിറ്റി സപ്പോർട്ട് പേഴ്സൺസിനൊക്കെ എന്താണ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിനും ട്രയേജ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ നിയമിക്കുന്നു. ട്രയേജ് എപ്പോഴും എങ്ങനെയായിരിക്കും? ട്രയേജ് ഇനീഷ്യേറ്റഡ് നെക്സ്റ്റ് ടു ദ ആംബുലൻസ് എൻട്രൻസിലായിരിക്കുള്ളൂ. പിന്നെ ട്രയേജിന് പ്രത്യേകമായിട്ട് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ കേട്ടോ. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണോട്ടെ. ഈ 4 പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വരെ എന്താണ് ഓരോ പേഷ്യന്റിനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. അവിടെ വരെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡിസാസ്റ്റർ ഫേസിന്റെ ആക്ടിവേറ്റഡ് ആയി ഓരോ ഏരിയാസിലും പല ആൾക്കാരെ നമ്മൾ നിയമിച്ചു. പേഷ്യന്റിനെ സോർട്ട് ഔട്ട് ചെയ്തു. അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് പേഷ്യന്റിനെ മാറ്റി.
ഇനി നോക്കുന്നത് ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്കാണെന്നാണ്. ഇപ്പൊ നമ്മ പറഞ്ഞ ഈ അപകടം പറ്റിയ പേഷ്യൻസ് എല്ലാം തന്നെ ഈ ഓരോ ഏരിയാസിലേക്കായിരിക്കും പോകുന്നത്. എമർജൻസി റൂമിൽ പോകുന്നവരുണ്ട്, സർജറി പോകുന്നവരുണ്ട്, ഡെലിവറി സൂട്ട്, ICUല്, OPD, റേഡിയോളജിയില്, എമർജൻസി റൂമില്, സൈക്കാട്രിയില്, മെഡിറ്റേഷൻ റൂമില്, സെമിനാർ റൂമില്, അൺഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാര്, ഡെഫിനിറ്റ് കെയറില്, അങ്ങനെ പല ഏരിയാസിലേക്കും നമ്മളിപ്പോ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ട്രൈ ചെയ്ത പേഷ്യന്റിനെയൊക്കെ നമ്മൾ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? ഈ പറഞ്ഞ ഈ ഒരു ഏരിയാസിലേക്കായിരിക്കും കേട്ടോ. മനസ്സിലായോ? ട്രീറ്റ്മെന്റ് ഏരിയാസ് എടുക്കുന്നില്ല കേട്ടോ, അടുത്ത ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഓരോന്നും പറയാനുണ്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ക്ലാസ് ഇല്ല എന്നുള്ളത് ഇൻഫോം ചെയ്യോട്ടോ. ഇല്ല, നാളെ ഇല്ലാവുന്നതാണ്. അപ്പൊ റെക്കോർഡ് ക്ലാസ് മറ്റന്നാളായിരിക്കും കിട്ടുക കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.